ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലക്കത്തിൽ തുടർച്ചയായിക്കൊണ്ട് ഫോർമൽ ഓർഗനൈസേഷൻ ഔപചാരിക ഘടന സംഘടന, ഇറ്റ്സ് മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും A to Z ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഔപചാരിക സംഘടന, ഫോർമാലിറ്റികളെല്ലാം എല്ലാവിധ ഫോർമാലിറ്റികളും പാലിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ആ സ്ഥാപനത്തിൻ്റെ അധികാരികളും മാനേജ്മെൻറ്റും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അവർ രൂപകൽപ്പന ചെയ്ത് ആസൂത്രണം ചെയ്ത് സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ആ സംഘടനയാണ്, ആ സംഘടനാ ഘടനയെയാണ്, സ്ട്രക്ചറിനാണ് എന്ത് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ ഔപചാരിക സംഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ which is deliberately created by the management to accomplish a particular task. അതായത് ഫോർമൽ ഓർഗനൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്, ഒരു സംഘടനാ ഘടനയാണ്. അത് ആ സ്ട്രക്ചർ വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ദി മാനേജ്മെൻറ്റ്, സ്ഥാപന മാനേജ്മെൻറ്റ് അധികാരികൾ ബോധപൂർവം രൂപകൽപ്പന ചെയ്യുന്നതാണ്. എന്തിന്? ടു അക്കംപ്ലിഷ് എ പർട്ടിക്കുലർ ടാസ്ക്, ഒരു പ്രത്യേക ആ സ്ഥാപനത്തിൻ്റെ, ആ ഓർഗനൈസേഷൻ്റെ ടാസ്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, ഗോൾ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രത്യേക ടാസ്കുകളും ഒബ്ജക്റ്റീവ്സ് എല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപന അധികാരികൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന, ഡിസൈൻ ചെയ്തെടുക്കുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷനാണിത് ഫോർമൽ ഓർഗനൈസേഷൻ, ഔപചാരിക സംഘടന എന്ന് പറയുന്നത്. It specifies clearly, that means formal organization specifies clearly the superior subordinate relationship. അതായത് ആ സ്ഥാപനത്തിലെ superior subordinate relationship, അതുപോലെ തന്നെ അധികാര ഉത്തരവാദിത്ത ബന്ധങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ അത് നിർവചിക്കുന്നു, വ്യക്തമാക്കി, ക്ലിയറാക്കി പറയുന്നു, സൂചിപ്പിക്കുന്നു. ആൻഡ് ആൾസോ ഡിഫൈൻസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും നടപടിക്രമങ്ങളുമെല്ലാം അത് വ്യക്തമായി നിർവചിക്കുന്നുണ്ട്, സ്പെസിഫൈ ചെയ്ത് ക്ലിയറാക്കി പറയും എന്നർത്ഥം. ഇത്തരത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഫോർമൽ ഓർഗനൈസേഷൻ, ഔപചാരിക സംഘടനയുടെ ഘടന, സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിസൈൻ ഒന്നുകിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ ആവാം. ഇത് രണ്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഫോർമൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറുകൾ ഒന്നുകിൽ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫങ്ഷണൽ സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ടെറിട്ടറിയുടെ, ഏരിയയുടെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷണൽ സ്ട്രക്ചറോ ആവാം. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഇൻ എ ഫോർമൽ ഓർഗനൈസേഷൻ ക്യാൻ ബി ഫങ്ഷണൽ ഓർ ഡിവിഷണൽ. ഇനി ഫോർമൽ ഓർഗനൈസേഷന് ചെസ്റ്റർ ബെർനാർഡ് നൽകുന്ന ഒരു ഡെഫിനിഷൻ നോക്കാം. Definition of Chester Bernard. According to Chester Bernard അഭിപ്രായത്തിൽ formal organization is a system of consciously coordinated activities of two or more persons towards a common objective. അതായത് ഒരു പൊതു ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി, അതായത് കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനായി രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ, ആക്ടിവിറ്റീസ് ഓഫ് ടു ഓർ മോർ പേഴ്സൺസ്, രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ബോധപൂർവം ഏകോപിപ്പിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിന്, ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണെന്ത് ഫോർമൽ ഓർഗനൈസേഷൻ. അതായത് കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനായി ടു ഓർ മോർ പേഴ്സൺസിൻ്റെ ആക്ടിവിറ്റീസുകളെല്ലാം കോൺഷ്യസ്ലി കോർഡിനേറ്റ് ചെയ്യുക, ബോധപൂർവം ഏകോപിപ്പിക്കുക. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇനി നമുക്ക് ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അതായത് അധികാരികളും മേലധികാരികളും കീഴ് ജീവനക്കാരും തമ്മിലുള്ള ബന്ധം. അതായത് ഇറ്റ് സ്പെസിഫൈസ്, അത് ഫോർമൽ ഓർഗനൈസേഷൻ സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്സ് എമംഗ് വേരിയസ് ജോബ് പൊസിഷൻസ് ആൻഡ് ക്ലാരിഫൈസ് ഹൂ ഹാസ് ടു റിപ്പോർട്ട് ടു ഹൂം.
അതായത് ഫോർമൽ ഓർഗനൈസേഷൻ അതിലെ ആ ഓർഗനൈസേഷനിലെ ആ സംഘടനയിലെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ വ്യത്യസ്ത തൊഴിൽ പദവികൾ ജോബ് പൊസിഷൻസുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പുകളെല്ലാം വ്യക്തമാക്കി പറയുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാരിഫൈസ് ഹൂ ഹാസ് ടു റിപ്പോർട്ട് ടു ഹും, ആര് ആരോട് ബന്ധപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ ആര് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, ആര് ആരോടെല്ലാം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു, ആരാൽ അധികാരം ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം അത് വ്യക്തമാക്കി നിർവചിക്കുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. സെക്കൻഡ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അത് ഫോർമൽ ഓർഗനൈസേഷൻ്റെ രണ്ടാമത്തെ ഫീച്ചർ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നിയമങ്ങളും നടപടിക്രമങ്ങളും. ഇറ്റ് ക്ലിയർലി സ്പെസിഫൈസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു അക്കംപ്ലിഷ് കോമൺ ഗോൾ. അത് ഫോർമൽ ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിന് ആ സംഘടനയുടെ കോമൺ ഗോളുകൾ അതായത് പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനാവശ്യമായ നിയമങ്ങളും നടപടിക്രമങ്ങളും വ്യക്തമായി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, നിർവചിക്കുന്നുണ്ട്. തേർഡ് വൺ, ഒറിജിൻ. അത് രൂപീകരണം അല്ലെങ്കിൽ ആരംഭം. ഫോർമൽ ഓർഗനൈസേഷൻ അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് കമ്പനി റൂൾസ് ആൻഡ് പോളിസീസ്. കമ്പനി നിയമങ്ങളും നടപടിക്രമങ്ങളും അതായത് ഇന്ത്യയിൽ നിലവിലുള്ള കമ്പനി നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻസ് രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉണ്ടായിത്തീരുന്നത്. ബിഹേവിയർ ഈസ് ഡിറക്റ്റഡ് ബൈ റൂൾസ്. അപ്പോൾ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പെരുമാറ്റങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഈ റൂൾസിനാൽ നിയന്ത്രിതമാണ്, ഡിറക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഫോർത്ത് വൺ, അതോറിറ്റി, അധികാരം. ഇറ്റ് അറൈസസ് ബൈ വെർച്യൂ ഓഫ് പൊസിഷൻ ഇൻ മാനേജ്മെൻറ്റ്. അതായത് ഫോർമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റി ഓരോരുത്തർക്കുമുള്ള അധികാരം നിശ്ചയിക്കപ്പെടുന്നത് മാനേജ്മെൻറ്റിലെ പദവികൾക്കനുസരിച്ചാണ്. അതായത് സുപ്പീരിയേഴ്സിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് ഇതിലെ അധികാര ഉത്തരവാദിത്വ ബന്ധങ്ങളെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷൻ്റെ അഞ്ചാമത്തെ സവിശേഷത, ഫിഫ്ത്ത് ഫീച്ചർ, ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. അതായത് ബോധപൂർവം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കപ്പെടുന്നതാണ്, സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. അത് ഫോർമൽ ഓർഗനൈസേഷനുള്ളത് ടോപ്പ് മാനേജ്മെൻറ്റുകൾ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നതാണ്, രൂപീകരിച്ചെടുക്കുന്നതാണ്. ആൻഡ് സിക്സ്ത് വൺ, എംഫസൈസ് ഓൺ വർക്ക്. വർക്കിനാണ് ഊന്നൽ നൽകുന്നത്, ജോലിക്കാണ് ഊന്നൽ നൽകുന്നത്. ഇറ്റ് പ്ലേസസ് മോർ എംഫസൈസ് ഓൺ ദ വർക്ക് ടു ബി ഡൺ ദാൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എമംഗ് ദ എംപ്ലോയീസ്. അതായത് ഫോർമൽ ഓർഗനൈസേഷനിൽ ചെയ്ത് തീർക്കേണ്ടതായ ജോലി, വർക്ക് ടു ബി ഡൺ, ചെയ്ത് തീർക്കേണ്ടതായി പൂർത്തിയാക്കേണ്ടതായി ജോലിക്ക്, ആ വർക്കിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതായത് തൊഴിലാളികൾക്കിടയിലുള്ള വ്യക്തിബന്ധങ്ങൾക്കോ മാനുഷിക മൂല്യങ്ങൾക്കോ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എമംഗ് ദി എംപ്ലോയീസ് ഓർ ഹ്യൂമാനിറ്റി, അതായത് മാനവികതക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെ തൊഴിലാളികളുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനോ ഇതിന് യാതൊരു പരിഗണനയുമില്ല. ചെയ്തു തീർക്കേണ്ട ജോലി ചെയ്തു തീർക്കുക എന്നുള്ളതിനാണത് ഊന്നൽ നൽകുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഈ ലക്കത്തിൻ്റെ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ ലെങ്തി ആവും എന്നുള്ളതിനാൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന ഭാഗം നമുക്ക് അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.